ഹായ് ഹലോ. നമുക്കിന്ന് കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? കുക്കറപ്പം എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടാനായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നാൽ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ? അതിനായി 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ അരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, ഏലക്ക കുരു കളഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. അരി അരച്ചാവുന്ന ടൈം കൊണ്ട് തന്നെ ഇത് നന്നായി മെൽറ്റായി കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തേങ്ങയും ചോറും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഏലക്കായയും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഏലക്കായൻ്റെ സീഡ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറും ഒന്ന് ചുഴറ്റി മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. മാവ് വെന്ത് പോവാത്ത വിധത്തിൽ നന്നായി ഇളക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 7 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം നെയ്യും ചേർത്താൽ നല്ലതാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ എടുത്ത് സെയിം കുക്കർ തന്നെ ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. കുക്കർ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പച്ചരി കൊണ്ട് 2 കലത്തപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കലത്തപ്പം നന്നായി വെന്ത് കിട്ടും. വെന്തത് അറിയാനായിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ ഭാഗത്ത് നിന്നും നന്നായിട്ട് ആവി വരും. ഇങ്ങനെ വന്നാൽ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി കുക്കർ തുറന്ന് അപ്പത്തിലൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മാവ് ഒട്ടി പിടിക്കണില്ലെങ്കിൽ അപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര പണിയുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് കലത്തപ്പം റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.